ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നേതാക്കൾ തമ്മിലുള്ള പരസ്യ വിമർശനം കോൺഗ്രസിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. ഈ പരസ്യ വിമർശനം പാടില്ല എന്ന് നിലപാടെടുത്ത KPCC അധ്യക്ഷൻ കെ സുധാകരൻ തന്നെയാണ് VM സുധീരനെതിരെ വാളെടുത്തത്. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ചേർന്ന് നയിക്കുന്ന സംസ്ഥാന ജാഥ തുടങ്ങാനിരിക്കെ പാർട്ടിയിൽ അനൈക്യം തിരിച്ചടിയാകും എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരം തത്സമയം ചേരുന്നു. അലക്സ് റാം മുഹമ്മദ്, ഗുഡ് മോർണിംഗ്. അലക്സെ, എന്തൊക്കെയാണ് പരിപാടികൾ ഈ KPCCയുടെ? SKN ഗുഡ് മോർണിംഗ്. SKN, കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അവർ ആദ്യമായി പങ്കെടുക്കുന്ന KPCC നേതൃയോഗത്തിൽ തന്നെ സംസ്ഥാനത്തെ പാർട്ടിയെ സംബന്ധിച്ചൊരു ധാരണ അവർക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, 6 നേതാക്കൾക്ക് 100 അഭിപ്രായമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അതിനെ പാർട്ടിക്കുള്ളിലെ ജനാധിപത്യം എന്ന രീതിയിലൊക്കെ വിശേഷിപ്പിച്ചാണ് അവർ തടിയൂരുന്നത് സ്വാഭാവികമായി. പക്ഷേ അതിനു തടയിടാൻ വേണ്ടിയാണ് KPCC അധ്യക്ഷൻ കെ സുധാകരനായി എത്തുമ്പോഴും പ്രതിപക്ഷ നേതാവ് VD സതീശനായി ആ നേതൃനിരയിലേക്ക് എത്തുമ്പോൾ പാർട്ടി ഒരു സെമി കേഡർ സംവിധാനത്തിലേക്ക് മാറ്റാനുള്ള തീരുമാനമെടുത്തത്. അത്തരം അഭിപ്രായങ്ങൾ, പാർട്ടിയെ ദോഷം ചെയ്യുന്ന അത്തരം നേതാക്കളുടെ അഭിപ്രായങ്ങൾ അതൊരു പരിധിവരെയെങ്കിലും തടയിടുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. പക്ഷേ അത് നടക്കുന്നില്ല കോൺഗ്രസിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ചേർന്ന KPCCയുടെ നേതൃയോഗം അതിന് നേർ സാക്ഷ്യം വഹിച്ചു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം KPCCയുടെ മുൻ അധ്യക്ഷൻ VM സുധീരൻ, അദ്ദേഹം ഈ നേതൃത്വം, ഈ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് VD സതീശനും പ്രതിപക്ഷ നേതാവായി, അതുപോലെ KPCC അധ്യക്ഷനായി കെ സുധാകരനും എത്തിയതിനു ശേഷം അകന്നു നിൽക്കുകയായിരുന്നു VM സുധീരൻ. അദ്ദേഹം 2 വർഷത്തിന് ശേഷമാണ് KPCCയിൽ ഒരു നേതൃയോഗത്തിന് പങ്കെടുക്കാൻ എത്തിയ പാടെ തന്നെ അദ്ദേഹം രൂക്ഷമായ വിമർശനമാണ് ഈ നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചത്. നമ്മൾ ഇന്നലെ കണ്ടതാണ്. VD സതീശനും കെ സുധാകരനും തന്നോട് കാര്യങ്ങൾ ആലോചിക്കുന്നില്ല, അതുമാത്രമല്ല പാർട്ടിയിൽ അനൈക്യം രൂപപ്പെട്ടു തുടങ്ങിയ രൂക്ഷമായ വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ അടക്കം ഈ നോമിനേഷനിലൊക്കെ അദ്ദേഹം, ഈ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം അദ്ദേഹം കുറ്റപ്പെടുത്തലുകൾ നടത്തി. അതിന് രൂക്ഷമായ ഭാഷയിൽ KPCC അധ്യക്ഷൻ തന്നെ മറുപടി പറയുന്നതാണ് കണ്ടത്. KPCC അധ്യക്ഷനാണ് ഈ പരസ്യ പ്രതികരണം വേണ്ട പാർട്ടിയിൽ എന്ന നിലപാട് സ്വീകരിച്ചത്. അദ്ദേഹം തന്നെ അതിന് മറുപടി പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പുറത്തു വന്നത്. അദ്ദേഹം പറയുന്നത്, താൻ VM സുധീരനെ സന്ദർശിച്ചിരുന്നു, പാർട്ടിയിലേക്ക് അകന്നു നിൽക്കുന്ന കാര്യത്തെപ്പറ്റി ചോദിച്ചിരുന്നു. പാർട്ടിയിലേക്ക് ഇനി ഇല്ല എന്നാണ് VM സുധീരൻ തനിക്ക് മറുപടി നൽകിയതെന്നാണ് KPCC അധ്യക്ഷൻ ആദ്യം പറഞ്ഞത്. പിന്നീട് അത് വാർത്താ സമ്മേളനത്തിൽ തിരുത്തി പറഞ്ഞു, തന്നെ ഇനി സഹകരിക്കില്ല എന്നാണ് പറഞ്ഞതെന്ന് അദ്ദേഹം തിരുത്തി പറഞ്ഞു. അതുമാത്രമല്ല, മറ്റു പല കാര്യങ്ങളും ദീപാദാസ് മുൻഷിക്ക് മുന്നിലേക്ക് എത്തി. അത് ഈ കോൺഗ്രസിൻ്റെ പുനഃസംഘടനയടക്കം A ഗ്രൂപ്പിന് കാര്യമായ പ്രാതിനിധ്യം നൽകിയില്ല തുടങ്ങിയ പരാതികൾ നേതാക്കൾ ഉന്നയിച്ചു. ചില MPമാർ തങ്ങളുടെ മണ്ഡലത്തിലെ ഈ പുനഃസംഘടനയിൽ തങ്ങളുടെ വാക്ക് കേട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ അവരുടെ മുന്നിൽ പറയുന്ന കാഴ്ചയുണ്ടായി. അയോധ്യ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ 100 നിലപാട് അവർ കേട്ടതാണ്. അവർ അവരെ തിരുത്തുകയും ചെയ്തു. കോൺഗ്രസിൻ്റെ നേതാക്കൾ എന്താണെങ്കിലും ഇത് പറയേണ്ട, പാർട്ടി തന്നെ ഇതിൽ നിലപാട് സ്വീകരിക്കുന്നവർ പറഞ്ഞതാണ്. എന്താണെങ്കിലും കോൺഗ്രസിൻ്റെ ജാഥ, സമരാഗ്നി ഈ വരുന്ന 21-ന് കാസർഗോഡ് നിന്ന് ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നു. മുന്നൊരുക്കങ്ങൾ, പാർട്ടി ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയം കൂടിയാണ്. ആ ഘട്ടത്തിൽ നേതാക്കൾക്കുള്ളിലെ ഈ ഭിന്നത മറനീക്കി പുറത്തു വന്നത് കോൺഗ്രസിൻ്റെ അനൈക്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് വലിയ രീതിയിൽ അണികൾക്കിടയിൽ അത് നിഴലിച്ചിട്ടുണ്ട്. അത് കാര്യമായി തന്നെ ദോഷം ചെയ്യും എന്നവർ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു അലക്സ് റാം മുഹമ്മദ്.